പീസ് റേഡിയോ അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വബിഹി നസ്തഈൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ സുമ്മ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ ഇനി നമ്മൾ തുടർന്ന് പഠിക്കുന്നത് 187 വചനമാണ്. ഈ വചനം നോമ്പിൻ്റെ ഏതാനും വിഷയങ്ങൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. നോമ്പിൻ്റെ വിധിയും നോമ്പിൽ ഇളവുകളും ഇങ്ങനെ തുടങ്ങിയുള്ള മസാലകളൊക്കെ നമ്മൾ പഠിച്ചുപോയി. നോമ്പുകാലം ദുആഇൻ്റെ നാളുകളാണ്. നോമ്പുകാരൻ ദുആഇരക്കുന്നവനും ദുആക്ക് ഉത്തരം ലഭിക്കുന്നവനുമാണ്. അതുകൊണ്ട് തന്നെ ദുആയുമായി ബന്ധപ്പെട്ട വചനവും നമ്മൾ പഠിച്ചു. നോമ്പുമായുള്ള ഏതാനും അനുബന്ധ വിഷയങ്ങൾ അള്ളാഹു ഇവിടെ ഈ വചനത്തിൽ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് പ്രസ്തുത വചനം ഈ ക്ലാസ് മുതൽ തുടർത്താം ബിഇദ്നില്ലാഹ്. ഇതാണ് നമ്മുടെ വചനം. ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൻ ലക്കും വഅൻതും ലിബാസുൻ ലഹുൻ അലിമല്ലാഹു അന്നകും കുൻതും തഖ്താനൂന അൻഫുസകും ഫതാബ അലൈക്കും വഅഫാ അൻകും ഫൽആന ബാശിറൂഹുന്ന വബ്തഗൂ മാ കതബല്ലാഹു ലക്കും وكلوا واشربوا حتى يتبين لكم الخيط الأبيض من الخيط الأسود من الفجر ثم أتموا الصيام إلى الليل ولا تباشروهن وأنتم عاكفون في المساجد تلك حدود الله فلا تقربوها كذلك يبين الله آياته للناس لعلهم يتقون. ധാരാളം മസ്അലകൾ, ഹുക്കുമുകൾ, വിധികൾ, ഹികമുകൾ, യുക്തികളും പൊരുളുകളും, അദബുകൾ തുടങ്ങി നമുക്ക് മനസ്സിലാക്കുവാനുള്ള ഒരു മഹൽ വചനമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ തുടക്കത്തിൽ ഉഹില്ല ലക്കും ലൈലത സിയാമി അർറഫസു ഇലാ നിസാഇകും എന്നാണ് പറയുന്നത്. ഉഹില്ല ലക്കും, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു, ലൈലത സിയാമി, നോമ്പിൻ്റെ രാവിൽ, അർറഫസു ഇലാ നിസാഇകും, നിങ്ങളുടെ ഭാര്യമാരിലേക്ക് അർറഫസ് എന്നാണ് പറയുന്നത്. ഇവിടെ ഉഹില്ല എന്നുള്ളത് അനുവദനീയമാക്കപ്പെട്ടു. അഹല്ല എന്നും ഉഹില്ല എന്നും ഖിറാഅത്തുണ്ട്. അഹല്ല എന്ന് പറഞ്ഞാൽ അനുവദിച്ചു, ഉഹില്ല അനുവദിക്കപ്പെട്ടു. അനുവദിച്ചത് ആര് എന്നത് പരാമർശിക്കപ്പെടാതെ തന്നെ അറിയപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അൽ മുഹല്ലിൽ, അനുവദിക്കുന്നവൻ. അല്ലാഹു അൽ മുഹർറിം, ഹറാമാക്കുന്നവൻ എന്ന പോലെ തന്നെ. അതുകൊണ്ട് തന്നെ ഉഹില്ല, അനുവദിക്കപ്പെട്ടു. അഹല്ല എന്ന ഖിറാഅത്ത് പ്രകാരം കർത്താവ് പറയപ്പെട്ടില്ല, പറയാതെ തന്നെ അറിയപ്പെട്ടത് വിഷയമാണ് അത് എന്നതിനാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ജാഹിലിയ കാലഘട്ടക്കാരെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ജാഹിലിയ കാലഘട്ടക്കാർ പലതും തിന്നും, പലതും അതിനോട് അറപ്പുള്ളവരായിട്ട് ഉപേക്ഷിക്കും. അങ്ങനെ ഇരിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിക്കുന്നത്, അള്ളാഹുവിൻ്റെ കിതാബിനെ അവതരിപ്പിക്കുന്നത്. വ അഹല്ല ഹലാലഹു വ ഹറമ ഹറാമഹു, അള്ളാഹു തൻ്റെ ഹലാലിനെ ഹലാലാക്കി, അള്ളാഹു ഹറാമിനെ ഹറാമാക്കി.
ഫമ അഹല്ല ഫഹുവ ഹലാലുൻ വമ ഹറമ ഫഹുവ ഹറാം. അള്ളാഹു ഹലാലാക്കിയതെന്തോ അത് ഹലാൽ, അള്ളാഹു ഹറാമാക്കിയതെന്തോ അത് ഹറാം. വമ സക്കത അൻഹു ഫഹുവ അഫൂൻ. അള്ളാഹു ഹലാലാക്കാതെ അല്ലെങ്കിൽ ഹറാമാക്കാതെ മൗനം ഭജിച്ചത് അത് അഫുവാണ്, അള്ളാഹുവിൽ നിന്ന് വിട്ടുവീഴ്ചയുള്ള വിഷയമാണ്. എന്നിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സൂറത്തു അൽ അനാമിലെ ഖുൽ ലാ അജിദു ഫീമാ ഊഹിയ ഇലയ്യ മുഹറമൻ തുടങ്ങുന്ന ആയത്ത് ഓതി എന്നാണ് ഈ സംഭവത്തിലുള്ളത്. ഏതായാലും ഞാനിത് പറഞ്ഞത് ഹലാലാക്കാനും ഹറാമാക്കാനുമുള്ള അധികാരം അത് അള്ളാഹുവിനുള്ളതാണ്. അവൻ ഹലാലാക്കിയത് ഹലാൽ, ഹറാമാക്കിയത് ഹറാം. അതുകൊണ്ട് തന്നെ ഉഹില്ല ഹലാലാക്കപ്പെട്ടു എന്നാണ് പ്രയോഗം വന്നത്. അള്ളാഹു ഹലാലാക്കി എന്ന് പ്രയോഗം വന്നില്ല. ഹലാലാക്കി എന്നുള്ള ഖിറാഅത്ത് പ്രകാരം തന്നെ അവിടെ അള്ളാഹ് എന്നുള്ള ഫാഇൽ പറയപ്പെട്ടതുമില്ല. കാരണം അത് പറഞ്ഞറിയിക്കേണ്ടതില്ലാത്ത വിധം പ്രസിദ്ധമായ വിഷയമാണ്, അംഗീകൃതവുമാണ്. തയ്യിബ്, ഉഹില്ല ലക്കും നിങ്ങൾക്ക് ഹലാലാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ്, അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ഉബീഹ ലക്കും എന്നർത്ഥത്തിൽ. ലക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ. ആരാണി നിങ്ങൾ? നമ്മൾ നോമിൻ്റെ ആയത്തിൻ്റെ തുടക്കം മുതൽ കുതിബ അലൈക്കും അസ്സിയാം കമ കുതിബ അല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും, ഇങ്ങനെ ആയത്തുകളെല്ലാം അയ്യാമൻ മഅദൂദാത്ത് ഫമൻ കാന മിൻകും ഇങ്ങനെ തുടങ്ങി ഈ അഭിസംബോധന അള്ളാഹു ആദ്യം വിളിച്ച യാ അയ്യുഹല്ലദീന ആമനു വിശ്വാസികളെ എന്ന് വിളിച്ചില്ലേ, അവിടേക്കാണ് മടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ വിശ്വാസികൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു. ലൈലത്ത സിയാമി, നോമ്പിൻ്റെ രാത്രിയിൽ. ഉദ്ദേശം റമദാൻ മാസത്തിലെ രാവുകൾ എന്നുള്ളതാണ്. എന്താണ് അനുവദിക്കപ്പെട്ടത്? അർറഫസു ഇലാ നിസായിക്കും, റഫസാണ് അനുവദിക്കപ്പെട്ടത്. മോശമായ വാക്കിനാണ് ഖൗലുൽ ഫുഹ്ഷ്, റഫസ് പ്രയോഗിക്കുക. ഇവിടെ ഉദ്ദേശം അൽ ജിമാഉ വ ദവാഇഇഹി എന്നാണ്. അതേപോലെ ദവാഇ അൽ ജിമാ, ജിമാ എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധം. ദവാഇ അൽ ജിമാ എന്ന് പറഞ്ഞെങ്കിൽ ലൈംഗിക ബന്ധത്തിലേക്ക് വശീകരിക്കുന്ന, ആകൃഷ്ടമാക്കുന്ന ക്രീഡകൾ, ലീലകൾ, അതിനുള്ള സംസാരങ്ങളും ചുംബനങ്ങളും തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇതാണ് അർറഫസ്. ഹജ്ജിൻ്റെ വചനം നമുക്ക് ഇൻഷാ അല്ലാഹ് വഴിയെ വരും. അവിടെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഫല റഫസ വല ഫുസൂഖ വല ജിദാല ഫിൽ ഹജ്ജ്. ഹജ്ജിൽ യാതൊരുവിധ റഫസും അതേപോലെ ഫുസൂഖും ജിദാലും പാടില്ല എന്ന്. അവിടെ ഈ മോശകരമായ വാക്കുകൾ, അതാണ് ഉദ്ദേശം. ഇവിടെ പറഞ്ഞതുപോലെ ജിമാവും അതിലേക്ക് അടുപ്പിക്കുന്ന ശൃംഗാര വർത്തമാനങ്ങൾ വിശുദ്ധ ഖുർആൻ്റെ ഒരു ശൈലിയാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞാൽ അറക്കും വിധമുള്ള പ്രയോഗങ്ങൾ കൊണ്ടുവരാതെ ആലങ്കാരിക പ്രയോഗങ്ങൾ, അത്തക്കിനിയ എന്ന് പറയും, അതാണ് വിശുദ്ധ ഖുർആനിൽ പ്രയോഗിച്ചിട്ടുള്ളത്. അതിവിടെ മാത്രമല്ല, എവിടൊക്കെ ലൈംഗിക ബന്ധങ്ങൾ, ശൃംഗാരം, ചേഷ്ടകൾ, ലൈംഗിക ചേഷ്ടകൾ ഇതൊക്കെ വന്നിട്ടുണ്ട്, അവിടൊക്കെയും ആലങ്കാരികമായിട്ടുള്ള പ്രയോഗങ്ങളാണ് വിശുദ്ധ ഖുർആനിൽ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ആ വിഷയം ഉണർത്തിയത് ഇമാം ബൈഹഖി അവിടുത്തെ സുനനിൽ, അതേപോലെ ഇബ്നുൽ മുൻദിർ, അബ്ദു ഇബ്നു ഹുമൈദ്, അതേപോലെ മറ്റു ഹദീസ് പണ്ഡിതന്മാരൊക്കെ നൽകിയിട്ടുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇവിടെ നോക്കി, അദ്ദുഖൂൽ, അത്തഗശി, അൽ ഇഫ്ദാ, അൽ മുബാശറ, അർ റഫസ്, അൽ ലംസ്, അൽ മസ്, അൽ മസീസ്, ഇതൊക്കെ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്തിനെ കുറിച്ചാണ് പറഞ്ഞതൊക്കെ? അൽ ജിമാ,
സംയോഗത്തെക്കുറിച്ചാണ്. പിന്നെ വറഫസ് ഫിസിയാമി അൽ ജിമാഉ, നോമ്പിൽ റഫസ് ജിമാൻ, ഭാര്യ ഭർത്താക്കന്മാരുടെ ലൈംഗിക ബന്ധം. വറഫസ് ഫിൽ ഹജ്ജ്, ഹജ്ജിൽ റഫസ് അൽ ഇഗ്റ, രതിക്രീഡക്ക് വേണ്ടിയിട്ടുള്ള പ്രേരിപ്പിക്കൽ, അതിന് പ്രലോഭിപ്പിക്കൽ. അപ്പോൾ അത് പിന്നെ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെയാണ് പ്രയോഗം വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സൂറത്തുൻ നിസായിൽ വഖദ് അഫ്ദാ ബഅദുകും ഇലാ ബഅദിൻ, ഭാര്യമാരെ പ്രാപിക്കുന്ന വിഷയം പറയാണ്, നിങ്ങളിൽ ചിലർ അവരിലേക്ക് ചെന്നു ചേർന്നിരിക്കെ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഫലമ്മാ തഗശ്ശാഹ, സൂറത്ത് ആറാഫിൽ, അദ്ദേഹം ഭാര്യയെ പ്രാപിച്ചപ്പോൾ. ഔ ലാമസ്തുമുന്നിസ, നിങ്ങൾ സ്ത്രീകളെ സ്പർശിച്ചാൽ. അവിടെ ലാമസ ഉദ്ദേശം ഇതാണ്, സംയോഗം. ഫൈലം തകൂനു ദഖൽതും ബിഹിന്ന, ദുഖൂൽ, നിങ്ങൾ അവരുടെ അടുക്കൽ പ്രവേശിച്ചില്ല എങ്കിൽ പ്രവേശനം. ഫഅതു ഹർസക്കും, നിങ്ങളുടെ ഹർസ് കൃഷി നിങ്ങൾ എത്തിക്കുക. ഉദ്ദേശം ഭാര്യ ഭർത്തൃബന്ധാണ്. ഫമസ്തംതഅതും ബിഹി മിൻഹുന്ന, സ്ത്രീകളെ നിന്ന് നിങ്ങൾ സുഖം നേടിയാൽ. അതുപോലെ വലാ തഖറബൂഹുന്ന, നിങ്ങൾ അവരോട് അടുത്തു പോകരുത്. വബാഷിറൂഹുന്ന, നിങ്ങൾ മുബാശറ നടത്തുക. മുബാശറ എന്ന് പറഞ്ഞാൽ എന്താ? തൊലിയോട് ചേരുന്നതിനാണ് പറയുക, അടുക്കുക എന്നാണ് അവിടെ പറഞ്ഞത്. ഉദ്ദേശം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടൽ. ഇതേപോലെ മിൻ ഖബ്ലി അൻ തമസ്സൂഹുന്ന, മസ്, ഭാര്യമാരെ മസ്സറ സ്പർശിക്കുക എന്നാണ്. അതിനു മുമ്പ് എല്ലായിടത്തും ഉദ്ദേശം ജിമാ ആണ്. അപ്പോൾ അത് വ്യക്തമായി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് ഒരരോചകം അല്ലെങ്കിൽ ഒരു അകൽച്ച തോന്നും ഇതാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തായാലും അതൊക്കെ ഈ കുനിയത്താണ്, തക്നിയ, ആലങ്കാരിക പ്രയോഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നടത്തിയിട്ടുള്ളത്. അതിൽ നമുക്കൊരു മര്യാദ, അദബ് ദർശിക്കാനുമുണ്ട്. ഇത്തരം പ്രയോഗങ്ങൾ നടത്തുമ്പോൾ നമ്മളും അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സൂക്ഷ്മത. ഏതായാലും ഇവിടെ വിഷയം ഉഹില്ല ലക്കും ലൈലത്ത സിയാമി അർറഫസു ഇലാ നിസാഇക്കും. ഇവിടെ സ്ത്രീകളുമായി ബന്ധപ്പെടുന്നതിന് അല്ലെങ്കിൽ റഫസ് നടത്തുന്നതിന് റഫസ ബി എന്നാ പറയാം. റഫസ ബിൽ മർഅത്തി, സ്ത്രീയോട് ബന്ധപ്പെടുക എന്നതിൽ. പക്ഷെ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഫസ ഇല എന്ന് പ്രയോഗിച്ചതിൽ ഇഫ്ദാഇൻ്റെ മാന എന്നാണ്. ഇഫ്ദാ എന്ന് പറഞ്ഞെങ്കിൽ സ്ത്രീകളുടെ അടുക്കലേക്ക് ചെന്ന് അവരോട് ചേർന്ന് ബന്ധപ്പെടുന്ന വിഷയം. അഫ്ദ ഇല എന്ന അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് എന്നാണ്. അപ്പോൾ അറഫസു ഇല നിസാഇക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിസാ, ഭാര്യമാർ, അടിമകളായിട്ടുള്ള ഇണകൾ, അവരിലേക്ക് ചെന്ന് അവരുമായി ശൃംഗരിക്കുന്നത്, ശയ്യയിൽ സഹനം നടത്തുന്നത്, ലൈംഗികമായി പ്രാപിക്കുന്നത് നോമ്പിൻ്റെ രാവിൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ വചനം അവതരിപ്പിക്കുന്നതിൻ്റെ കാരണം സബബുൻ നുസൂൽ അറിയൽ അനിവാര്യമാണ്. അപ്പോഴാണ് ഇതിൻ്റെ തേട്ടവും ഇനി തുടർന്നുള്ള ഭാഗങ്ങളുടെ തേട്ടവും നമുക്ക് വ്യക്തമാവുകയുള്ളൂ. എന്താണ് ഈ വചനം ഇറങ്ങാനുള്ള കാരണം? നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. നോമ്പിൻ്റെ വിധികളും നോമ്പിൽ പാലിക്കേണ്ട വിഷയങ്ങളും ക്രമേണയാണ് അവതീർണമായത്. നോമ്പ് നിത്യസ്വഭാവത്തിലല്ലെങ്കിലും അന്നത്തെ അറബികൾക്ക്, അന്നത്തെ ആളുകൾക്ക് പരിചയമുള്ള വിഷയമാണ്. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, ജാഹിലിയത്തിൽ ഖുറൈശികൾ നോമ്പെടുത്തിയിരുന്നു. ആശൂറ ദിവസം നോമ്പെടുത്തായിരുന്നു അവർ കാബയുടെ കിസ്വ മാറ്റിയിട്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞില്ലേ. മദീനയിൽ വന്നപ്പോൾ ജൂതർ നോമ്പ് നോൽക്കുന്നത് കണ്ട വിഷയം. അപ്പോൾ നിത്യസ്വഭാവത്തിലല്ലെങ്കിലും നോമ്പെടുക്കുന്നൊരു
അവസ്ഥ അറബികൾക്കുണ്ട്. പക്ഷെ അത് ജൂത നസാറാക്കളെ അനുകരിച്ചായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അസ്തമയ സമയത്ത് നോമ്പ് തുറന്നാൽ പിന്നീട് ഉറങ്ങി എഴുന്നേറ്റ് അത്താഴം കഴിക്കുക എന്നുള്ളത് പാടില്ലായിരുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നമ്മുടെ നോമ്പും വേദക്കാരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം ഫസ്ലു മാ ബൈന സിയാമിന വ സിയാമി അഹ്ലിൽ കിതാബ് അകലത്തു സഹർ, അത്താഴം കഴിക്കലാണ്. അപ്പോൾ നോമ്പ് മുറിച്ച് ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത്താഴം പാടുള്ളതല്ല. പിറ്റേനാൾ അസ്തമയം വരേക്കും നോമ്പ് തുടർത്തുകയാണ് വേണ്ടത്. നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ രണ്ടാണ്. ഒന്ന് ബത്തിനിൻ്റെ ഷഹ്വത്ത്, വയറിൻ്റെ വികാരം, അന്നപാനീയങ്ങൾ. പിന്നെ ഫർജിൻ്റെ ഷഹ്വത്ത്, ഷഹ്വത്തുൽ ഫർജ്, ലൈംഗിക സുഖം. ഇത് നോമ്പിന് മുറിക്കുന്ന വിഷയമാണ്. ഈ രണ്ട് വിഷയങ്ങളിൽ നിന്നും നോമ്പിൻ്റെ രാവിൽ വിട്ടു നിന്നുകൊണ്ടായിരുന്നു അവർ നോമ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. നിർബന്ധ നോമ്പ് അനുഷ്ഠിച്ചത് സഹാബികൾ ഈ നിലക്കായിരുന്നു. അവർ ശീലിച്ചതും വേദക്കാരിൽ നിന്ന് അവർ അറിഞ്ഞതും ആയ നിലക്ക്. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ കാന അർ-റജുലു സായിമൻ ഫഹദറ അൽ-ഇഫ്താറു ഫനാം ഹറുമ അലൈഹി തആമു വശറാബു വന്നിസാ. സഹാബികൾ, അതിലൊരാൾ നോമ്പുകാരനാണ് എങ്കിൽ ഇഫ്താർ ആയി, നോമ്പ് തുറ ആയി, ഫനാം അതിനെ തുടർന്ന് അയാൾ ഉറങ്ങിയാൽ ഹറുമ അലൈഹി തആമു വശറാബു വന്നിസാ, ഭക്ഷണപാനീയങ്ങളും ഇണകളും അവർക്ക് പാടില്ലാത്തതായി. ലൈലത്തഹു വയൗമഹു മിനൽ ഗദ്, ആ രാത്രിയും പകലും പിറ്റേന്ന് പകലും. ഹത്ത തഗ്റുബ ശംസ്, സൂര്യൻ അസ്തമിക്കുന്നത് വരെ. അപ്പം നോമ്പ് തുറന്ന് പിന്നെ ഉറങ്ങിയാൽ രാത്രിയും പിറ്റേന്നത്തെ പകൽ അസ്തമിക്കുവോളം ഈ മൂന്ന് കാര്യം, താമ് ഷറാബ് നിസ, ഭക്ഷണം പാനീയം ഇണ, ഇതവർക്ക് പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ കാണാം, ഖൈസ് ഇബ്നു സിർമ അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരനാണ്, കവിയായിരുന്നു, ദീർഘകാലം ജീവിച്ച ഒരു മഹാ വ്യക്തിത്വമാണ് അദ്ദേഹം. ഖൈസ് ഇബ്നു സിർമ എന്നും അല്ലെങ്കിൽ സിർമ ഇബ്നു ഖൈസ് എന്നൊക്കെ പിന്നെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അബു ഖൈസ് എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. ജാഹിലിയത്തിലെ വിഗ്രഹാരാധനയൊക്കെ ഒഴിവാക്കി ഒരു ധ്യാന ജീവിതം നയിച്ചിരുന്ന വ്യക്തിത്വമായിരുന്നു ഈ ഖൈസ് ഇബ്നു സിർമ അല്ലെങ്കിൽ സിർമ ഇബ്നു ഖൈസ്. ഏറെ ആദരണീയരായിരുന്നു അദ്ദേഹം. ദീർഘകാലം ജീവിച്ചിട്ടുണ്ട്. വയസ്സാം കാലത്താണ് അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുന്നത്. ഇബ്നു ഇസ്ഹാഖ് ചരിത്രത്തിൽ പറയുന്നുണ്ട്, ജാഹിലിയത്തിൻ്റെ അജ്ഞതയിൽ വരെ അദ്ദേഹം ഒരു ധ്യാനിയായിരുന്നു എന്നാണ്. വിഗ്രഹാരാധന നിർവഹിച്ചിരുന്നില്ല, ജനാപത്തുണ്ടായാൽ കുളിക്കുമായിരുന്നു, ഋതുമതികളായ സ്ത്രീകളെ പ്രാപിക്കുമായിരുന്നില്ല. നസ്രാനിയത്ത്, ക്രിസ്തുമതം സ്വീകരിക്കാൻ ഭാവിച്ചെങ്കിലും പിന്നെ അദ്ദേഹം അതിൽ നിന്ന് അകന്ന് ഈ ധ്യാന ജീവിതത്തിൽ തുടരുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹത്തിനൊരു പിന്നെ പ്രാർത്ഥന ഇടം ഒരുക്കിയിരുന്നു. ആ പ്രാർത്ഥനാ ഇടത്തിലേക്ക് അയാൾ വലിയ അശുദ്ധിക്കാരനായിരിക്കെ പ്രവേശിക്കുമായിരുന്നില്ല, ഋതുമതികളെ പ്രവേശിപ്പിക്കുമായിരുന്നില്ല. ആബുദു റബ്ബ ഇബ്രാഹിം വാന അല ദീനി ഇബ്രാഹിം എന്ന് അയാൾ പറയുമായിരുന്നു എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റബ്ബിനെ ഞാൻ ആരാധിക്കും, ഞാൻ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ദീനിലാകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം ജാഹിലിയത്തിൽ, ഇസ്ലാമിന് മുമ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ മദീനയിൽ ഉദയം ചെയ്തപ്പോൾ ഈ ഖൈസ് ഇബ്നു സിർമ, അബു ഖൈസ് എന്ന മഹാൻ ഇസ്ലാം ആശ്ലേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സുന്ദരനായ സഹായിയായ അനുയായിയായാണ് ഈ മഹാൻ ജീവിച്ചത്. ഏതായാലും വിഷയം, ഈ ഖൈസ് ഇബ്നു സിർമ അദ്ദേഹം നോമ്പുകാരനായിരുന്നു.
നോമ്പ് തുറക്കാനുള്ള സമയമായപ്പോൾ അദ്ദേഹം ഭാര്യേൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഭാര്യനോട് ചോദിച്ചു, എന്തൊക്കെ താഴം ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ പോയിട്ട് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. ഈ ഖൈസ് ഇബ്നു സിർമ നോമ്പ് നോറ്റ് പകലന്തിയോളം ജോലി ചെയ്തു വന്ന ആളായിരുന്നു. അപ്പോൾ ഭാര്യ ഭക്ഷണത്തിന് വേണ്ടി പോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ തല വെച്ച് കിടന്നു. അങ്ങനെ ഹദീസിൽ കാണാം, ഫഗലബത ഐനാഹു ഫനാം. ഭാര്യ ഭക്ഷണമായിട്ട് വരുമ്പോഴത്തേക്ക് അദ്ദേഹം ഉറങ്ങിപ്പോയി. ഭക്ഷണവുമായി ഭാര്യ വന്നപ്പോൾ ഭാര്യ ഭർത്താവിനെ കാണുന്നത് ഉറങ്ങിയ അവസ്ഥയിലാണ്. അപ്പോൾ ഭക്ഷണം കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ പറഞ്ഞു എന്നാണ്, ഹൈബത്തല്ലക്ക്. ഹൈബത്തല്ലക്ക് എന്ന് പറഞ്ഞാൽ ഒരു സങ്കടത്തിൻ്റെയും ശകാരത്തിൻ്റെയും പ്രയോഗമാണ്. കഷ്ടം. കാരണം എന്താ, പകലന്തിയോളം ജോലി ചെയ്തു വന്ന് നോമ്പുകാരനുമാണ്, എന്തെങ്കിലും തിന്നാൻ അവസരമില്ല, ഉറങ്ങിപ്പോയില്ലേ. മഹദി ഖൈസിനെ വിളിച്ചെങ്കിലും അദ്ദേഹം ഭക്ഷിച്ചില്ല. അങ്ങനെ ചുരുണ്ടുടി കിടന്നു എന്നാണ്, ബാത്ത താവിയൻ എന്നാണ്. പിന്നെ നേരം വെളുത്തപ്പോൾ അസ്ബഹ സായിമൻ, നോമ്പ് തുടർത്തുകയാണ്, നോമ്പുകാരനാണ്. അങ്ങനെ ഈ രീതിയിൽ നോമ്പ് നോറ്റിട്ട് ഫലമ്മൻ തസഫൻ നഹാറു, പകല് പകുതിയായപ്പോൾ ഊഷിയ അലഹി എന്നാണ്, അദ്ദേഹത്തിൻ്റെ ബോധം നഷ്ടപ്പെട്ടു. അപ്പോഴാണ് ഈ വിഷയം തിരുസവിധത്തിൽ പറയപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമക്ഷത്തിൽ ഫനസലത് ഹാദിഹിൽ ആയ, അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു പറയാണ്, അപ്പോഴാണ് ഈ വചനം ഇറങ്ങിയത്. ഏത് വചനം? ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും എന്ന വചനം. അന്ന് അദ്ദേഹം പറയാണ്, ഫഫരിഹു ബിഹാ ഫറഹൻ ഷദീദൻ. സഹാബികൾക്ക് വലിയ സന്തോഷം ഈ വചനം അവതരിപ്പിച്ചപ്പോൾ ഉണ്ടായി എന്നാണ്. കാരണം എന്താ, ഈ വചനത്തിൽ ഇനി വരുന്നുണ്ട്, അള്ളാഹു പറയുന്നുണ്ട്, വകുലു വശ്റബു ഹത്താ യതബയ്യന ലക്കുമുൽ ഖൈത്തുൽ അബിയദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. ഫജ്ർ വരേക്കും രാത്രി ഭക്ഷിക്കാൻ, പാനം ചെയ്യാൻ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുകയാണ്. അതിനാലാണ് അവർക്ക് വലിയ സന്തോഷമുണ്ടായത് എന്നാണ് പറയുന്നത്. ഈ ആയത്തിൻ്റെ അവതീർണതയുടെ വിഷയത്തിൽ മറ്റൊരു സംഭവമുള്ളത് മുആദ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ വന്നിട്ടുണ്ട്. അതും ഇതിന് സമാനമായിട്ടുള്ളൊരു വിഷയമാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ് നമ്മൾ മുമ്പ് കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. നോമ്പിൽ ഉണ്ടായ 3 അവസ്ഥാ മാറ്റങ്ങൾ. ആ ഹദീസിലുള്ളത്, വക്കാന റജുലു ഇദാ അഫ്തറ ഫനാമ ഖബ്ല അൻ യഅകുൽ ഹർമ അലൈഹി ത്വആമു വശറാബു വന്നിസാ ഹത്താ യുഫ്തിറ മിനൽ ഗദ് എന്നാണ്. നോമ്പ് തുറന്ന് പിന്നീട് ഉറങ്ങിയാൽ ഭക്ഷണപാനീയം, അതേപോലെ തന്നെ ഭാര്യമാർ, ഇതൊക്കെയും പാടുണ്ടായിരുന്നില്ല പിറ്റേന്ന് നോമ്പ് തുറക്കുന്നത് വരെ എന്നാണ്. അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രാത്രി കഴിച്ചു കൂട്ടിയിട്ട്, രാത്രി കുറച്ച് സമയം റസൂലുള്ളാഹിന്റെ കൂടെ കഴിച്ചു കൂട്ടിയിട്ട് വന്നു എന്നാണ് വീട്ടിലേക്ക്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ ഭാര്യ ഉറങ്ങിയതായിട്ട് കണ്ടു. ഫവജദ ഇംറഅതഹു ഖദ് നാമത് ഫഅറാദഹ. ഉമർ ഭാര്യനെ പ്രാപിക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇന്നി ഖദ് നിംത്, ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറയാണ്. അപ്പോൾ ഉമർ പറയാണ്, മാ നിംതി, നീ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാണ്. ഫദന്ന അന്നഹ തഅതൽ എന്നാണ്, ഉറക്കം അഭിനയിച്ചതായിട്ട്, അതായത് ഭർത്താവിനെ ോട്ടുള്ള ഒരു അഭിനയമായിട്ട് ഉമർ വിചാരിച്ചു എന്നാണ്. അങ്ങനെ ഫഅതാഹ എന്നാണ്, ഉമർ ഭാര്യയെ പ്രാപിച്ചു. വസന കഅബ് ബിൻ മാലിക് മിസ്ല ദാലിക് എന്നാണ്, കഅബ് ബിൻ മാലിക്കുൽ അൻസാരി അങ്ങനെ ചെയ്തു എന്നാണ്. അൻസാരികളിൽ നിന്നൊരു വ്യക്തി ഭക്ഷണം ഉദ്ദേശിച്ച് വന്നപ്പോൾ വീട്ടുകാർ പറഞ്ഞു, ഹത്താ നുസഖിന ലക ശൈഅൻ, ഭക്ഷണം ചൂടാക്കി കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഈ അൻസാരി എന്ത് ചെയ്തു? ഉറങ്ങിപ്പോയി. നമ്മളുടെ മുമ്പത്തെ ഖൈസ് ബിൻ സിർമൻ്റെ സംഭവം, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റൊരു വിഷയം. ഏതായാലും അങ്ങനെ ഒരു കേസ് ഉണ്ടായി. അങ്ങനെ ഫലം അസ്ബഹു ഉൻസിലത്ത് ഹാദിഹിൽ ആയ എന്നാണ്. നേരം പുലർന്നപ്പോൾ ഈ വചനം അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസാഇകും ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ എന്ന് തുടങ്ങിയിട്ടുള്ള ഈ വചനം അവതരിപ്പിക്കപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ സംഭവങ്ങളെ ഉണർത്തിയത് നമ്മുടെ ഈ ആയത്ത് അവതരിപ്പിക്കുവാനുള്ള കാരണം എന്ത് എന്നുള്ളത് വ്യക്തമാകാനാണ്. ഇൻഷാ അല്ലാഹ് ആയത്തിൻ്റെ ബാക്കി ഭാഗം
വിഷയങ്ങൾ, വിധികൾ, ചരിത്രങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ് മുതൽ തുടർന്ന് പഠിക്കാൻ ബിഇദ്നില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.